ഹായ് സുഹൃത്തുക്കളെ, റഫീഖ് കണ്ണൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ കോളിഫ്ലവറിൽ കായ് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഞാനിന്നിത് പറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 4ഓളം ഗ്രോ ബാഗിലാണ് ഇത് നട്ടിട്ടുള്ളത്. നല്ല വലുപ്പമുണ്ട്, കായ് നന്നായി വളർന്നിട്ടുണ്ട്, നല്ല ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ചെയ്തു കൊടുത്തിരുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ജൈവ വളങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കിയതാണ്. എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ നമ്മളെ വീട്ടിൽ നിന്നുള്ള കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ജൈവ സ്ലറി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന ജൈവ വളങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ജലരീതിയിലുള്ള ലിക്വിഡ് രീതിയിലുള്ള വളങ്ങളും ഞാൻ കൊടുക്കാറുണ്ട്. അത് മിക്കവാറും കഞ്ഞിവെള്ളം, അങ്ങനെ പല വിധത്തിലുള്ള വളങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടുതൽ കൃഷി രീതിയെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ റഫീഖ് കണ്ണൂർ വ്ളോഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്ത് ഞാൻ കുറേ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ചെറിയ കായാണ്, കൊച്ചു കായാണ്. ഇത് കുറച്ച് വൈകിയായിട്ടുണ്ടായത്. ഇതൊക്കെ വലുതായിട്ടുണ്ട്, കായ് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കാൻ പോകുന്നത് നല്ല വൃത്തിയും നല്ല ക്ലിയറുള്ള കായാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കൃഷി രീതികളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എൻ്റെ വീഡിയോസിൽ വരിക. ഇത് നന്നായി വണ്ണം വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലൊന്നും കീടനാശിനിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാം. വിഷരഹിത പച്ചക്കറി തന്നെയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.